ഗേജ് മാറ്റം പൂർത്തിയായ പാലക്കാട് പൊള്ളാച്ചി റെയിൽവേ പാതയുടെ സുരക്ഷാ പരിശോധന ഒക്ടോബർ 5-6 തീയതികളിൽ നടക്കും. ദക്ഷിണ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ SK മിത്തലിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുക. പരിശോധനയിൽ അനുകൂല റിപ്പോർട്ട് ലഭിച്ച ഉടൻ ഈ പാതയിലൂടെ സർവീസ് പുനരാരംഭിക്കും. 54 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലക്കാട് പൊള്ളാച്ചി റെയിൽപാതയുടെ ഗേജ് മാറ്റം പൂർത്തിയായതോടെയാണ് ഒക്ടോബർ 5-6 തീയതികളിൽ ദക്ഷിണ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ SK മിത്തൽ സുരക്ഷാ പരിശോധന നടത്തുന്നത്. ആദ്യ ദിവസം ട്രോളി ചെക്കിങ്ങും രണ്ടാം ദിവസം വേഗതാ പരിശോധനയുമാണ് നടക്കുക. ട്രോളി ചെക്കിങ്ങിൽ റെയിൽപാളം സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും സിഗ്നലിംഗ് സംവിധാനവും പരിശോധിക്കും. പാലങ്ങൾ, കൽവറ്റ് തുടങ്ങിയവയുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കും. രണ്ടാം ദിവസം വേഗതാ പരിശോധന നടത്തും. 2 ദിവസമായി നടക്കുന്ന പരിശോധനയെ തുടർന്ന് സുരക്ഷാ കമ്മീഷണർ അനുകൂല റിപ്പോർട്ട് നൽകിയാൽ റെയിൽപാത റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം പാലക്കാട് ഡിവിഷന് കൈമാറും. ഡിവിഷന് ലഭിച്ചാൽ 1 മാസത്തിനുള്ളിൽ ഈ മേഖലയിലൂടെയുള്ള സർവീസ് പുനരാരംഭിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. പഴനി, രാമേശ്വരം, മധുര തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് കൂടുതൽ സർവീസ് നടത്താനും റെയിൽവേ ആലോചിക്കുന്നുണ്ട്. ചരക്കു നീക്കത്തിനും ഈ പാത ഏറെ പ്രയോജനപ്പെടും. സുരക്ഷാ പരിശോധനയുടെ മുന്നോടിയായി കൺസ്ട്രക്ഷൻ വിഭാഗവും വേഗതാ പരിശോധന നടത്തിയിരുന്നു. പാലക്കാട് മുതൽ പൊള്ളാച്ചി വരെ 8 റെയിൽവേ സ്റ്റേഷനുകളാണുള്ളത്. 7 റെയിൽവേ മേൽപ്പാലങ്ങളും 129 ചെറിയ പാലങ്ങളും 13 സബ്വേകളും 35 ലെവൽ ക്രോസിംഗുകളും ഉണ്ട്. 16 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് 2008-ലാണ് ഗേജ് മാറ്റത്തിന്റെ പണികൾ ആരംഭിച്ചത്. റിപ്പോർട്ടർ, പാലക്കാട്.